ഹലോ, ഞാൻ സോഫി പോളി ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വരുന്നു. ഒരു കയ്യടിയും ഒരു ചിരിയൊക്കെ ആവാം. കാരണം ഈ കയ്യടി ആരോഗ്യം ഉണ്ടാവും, ചിരി ആയുസ് വർദ്ധിക്കും. ഈ കയ്യടിയും ചിരിയാണ് ഞാൻ ഈ നിൽക്കുന്ന എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം അല്ലേ. ഞാൻ ഈ 64-ാം വയസ്സിൽ എൻ്റെ നാക്ക് വീണ്ടും എന്നെ ചതിച്ചു. ആ 64-ന്ന് കട്ട് ചെയ്തോട്ടോ. ഞാൻ ഈ 54-ാം വയസ്സിൽ ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഈ ചിരിയും കയ്യടിയൊക്കെ തന്നെയാണ് എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. നിങ്ങളാരെങ്കിലുമൊക്കെ എല്ലാവരും വിചാരിക്കും ഈ ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഐ ആം ന്യൂജൻ അറ്റ് 54. യോ യോ നിങ്ങളെല്ലാവരും രാവിലെ അലാറം കേട്ട് എനിക്കുന്നവരാവും. ചുരുക്കം ചിലർ ചന്തിക്ക് അടി കിട്ടിട്ട് എനിക്കുണ്ടാവും അമ്മയുടെ അല്ലേ. കുറച്ച് പേര് 6 മണിക്ക് അമ്മ വന്നിട്ട് ഒരു മണി 8 എനിക്കടി എന്ന് പറയുമ്പോൾ എനിക്കും. കുറച്ച് നാളായിട്ട് ഞാൻ എനിക്കുണ്ട് ഒരു അനൗൺസ്മെന്റ് കേട്ടിട്ടാ. എടി പോത്ത് പോലെ കിടന്നുറങ്ങാതെ പോയി കട്ടൻ കാപ്പി തിളപ്പിക്കടി. അനൗൺസ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങേര് കർട്ടൻ താത്തി അവിടെ കിടക്കൂട്ടോ. ഇങ്ങേര് എന്തിനാ എന്നെ പോത്തേന്ന് വിളിക്കണത് എനിക്ക് ഇന്നേ വരെ മനസ്സിലായിട്ടില്ല. കാര്യം പോത്തെന്നുള്ളതൊരു പുല്ലിംഗ നാമല്ലേ. ഞാനൊരു ദിവസം അങ്ങേരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ പോത്തേന്ന് വിളിക്കണേ? എനിക്ക് പോത്തിറച്ചി ഭയങ്കര ഇഷ്ടമാടി, അതാണ് നിന്നെ പോത്തേന്ന് വിളിക്കണേ. ഞാൻ ചോദിച്ചേ, എനിക്ക് കോഴിയിറച്ചി ഭയങ്കര ഇഷ്ടാ, നിങ്ങളെ കോഴിന്ന് വിളിക്കട്ടെ? അത് പറ്റില്ല. ഇന്നലെ രാത്രി എന്തായിരുന്നു മേളെന്നറിയാമോ? ശരീരം എനിക്ക് അനക്കാൻ വയ്യ. തെറ്റിദ്ധരിക്കല്ലേ കേട്ടോ. കോളിംഗ് ബെല്ലടി കേട്ടപ്പോ ഞാൻ ചെന്ന് വാതിൽ തുറന്നു. മ്യൂസിക് റിയാലിറ്റി ഷോയേക്കാളും ഉയർന്ന പിച്ചിലും ആടി ഉലയുന്ന ശ്രുതിയിലും കീറിയ ഷഡ്ജവുമായി ഒരു മാസ് എൻട്രി. കള്ളോളം നല്ലൊരു വെള്ളം ഭൂലോകത്തുണ്ടോടി മറിയേ, എള്ളോളം വയറ്റിച്ചെന്ന തകതകതൈ. ഈ തകതകതൈ മുഴുവൻ എൻ്റെ പുറത്തിട്ടായിരുന്നു മാത്രം. നീ പെട്ടില്ലല്ലോടി എന്ന് പറഞ്ഞിട്ട് ഇടിയാ. പെർഫോമൻസ് കഴിഞ്ഞാൽ പിന്നെ അങ്ങേര് കമന്നടിച്ചൊരു കിടപ്പാ. പിന്നെ എവിടെ നിന്ന് കുട്ടികളുണ്ടാവാനാ? ഇന്നലത്തെ രാത്രിയിലത്തെ ഇടിയുടെ പഞ്ച് സൂപ്പറായിരുന്നു കേട്ടാ. നല്ല വേദനയാ. ജവാനായിരുന്നു അടിച്ചെന്ന് തോന്നണേട്ടാ. അതാണ് ഇത്ര പഞ്ച്. പിന്നെ ഓരോ ദിവസത്തെ ബ്രാൻഡ് അനുസരിച്ച് ഇടിയുടെ പഞ്ച് കൂടിയും കുറഞ്ഞിരിക്കും. ഇനിയിപ്പോൾ മണവാട്ടി അടിച്ചിട്ട് വന്നെങ്കിൽ ഒരു സമാധാനമുണ്ട്, ദേഹോപദ്രവം ഇല്ല. പക്ഷേ മനസ്സിൽ കൂരമ്പുകളായിട്ട് ഓരോന്നും ഇങ്ങോട്ട് വന്നു വിടും. അവിടെ കസേരമേ കുമ്പിട്ടിരുന്നിട്ട് പറയും, നിന്റെ വീട്ടിൽ നിന്ന് എൻ്റെ ശ്രീനത്തിനെ ബാക്കി തന്നോടി നിന്റെ അപ്പൻ. നീ പേറ്റുപലഹാരം കൊണ്ടുവന്നിട്ടുണ്ടോടി. നിന്റെ അമ്മ എന്നെ ചീത്ത പറഞ്ഞില്ലേ? നിന്റെ ആങ്ങളയുടെ കല്യാണത്തിന് നിനക്ക് 20,000 രൂപയുടെ സാരി വാങ്ങിയപ്പോൾ എനിക്ക് തന്നത് 10,000 ഉലുവ. നിങ്ങളൊന്ന് കേൾക്കണം. 10,000 രൂപ കൊടുത്തിട്ട് എൻ്റെ ആങ്ങളെ പറഞ്ഞേ നല്ലൊരു ബ്രാൻഡഡ് ഷർട്ട് വാങ്ങാൻ. അങ്ങേര് പോയി നല്ലൊരു ബ്രാൻഡ് വാങ്ങി അടിച്ചു. അതിനെൻ്റെ ആങ്ങളെ എന്ത് കഴിച്ചു? ഇനിയിപ്പോൾ അങ്ങേർക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ചോറും കറിയൊക്കെ വെച്ചു കൊടുക്കാന്ന് വെച്ചാൽ, വെള്ളച്ചോറ് വെച്ചാൽ പറയും നിനക്കെന്താ വടിമട്ട വെച്ചാൽ, വെച്ചാൽ പറയും നിനക്കെന്താ വെള്ളച്ചോറ് വെച്ചാൽ. അപ്പം ഞാൻ വെള്ളച്ചോറ് വയ്ക്കും. വെള്ളച്ചോറ് എങ്ങാനും വെന്ത് പോയാ നിനക്ക് വെള്ളച്ചോറിനോട് പ്രതികാരമാണ്. എനിക്കെന്തിനാ ഈ ചോറിനോട് പ്രതികാരം? നിങ്ങൾ കേൾക്കണം. ഈ വെള്ളച്ചോറിൻ്റെ അരിയെ ജയാണ്, ജയ. അങ്ങേരുടെ കാമുകി തേച്ചിട്ട് പോയ കാമുകിയുടെ പേര് ജയ എന്നായിരുന്നു. അതിനാണ് അങ്ങേരി പറയുന്നത്. എനിക്ക് ആ കാമുകിയോട് ഒരു പ്രതികാരമില്ല. എനിക്ക് അസൂയാണ്, അസൂയ. അത് ഇട്ടിട്ട് പോയാണല്ലേ ഞാൻ ഈ അനുഭവിക്കണതൊക്കെ. വഴി പോണതേ നമ്മുടെ ഓട്ടോറിക്ഷ പിടിച്ച് ഇങ്ങോട്ട് വരും എന്ന് പറയണ പോലെ ഇങ്ങേര് ഓട്ടോറിക്ഷയിലാന്ന് എന്നെ പെണ്ണ് കാണാൻ വന്നത്. ഇപ്പം എൻ്റെ തലയിലായി. ജയ സൂപ്പറായി. നമ്മൾ അനുഭവിക്കുക. ഇനിയിപ്പോൾ ഈ ചോറ് കഴിഞ്ഞു, ഇനി ഒരു കറി ഉണ്ടാക്കി കൊടുത്താലോ? അതിനില്ലാത്ത കുറ്റില്ല. മുളക് കുത്ത്, മല്ലിക്കുത്ത്, മഞ്ഞക്കുത്ത്, മസാലക്കുത്ത്,
വാട്ടക്കുത്ത്. എന്തിനു പറയണേ, രണ്ടുപേർക്ക് തേച്ച് വിളിക്കാൻ വെളിച്ചെണ്ണ ഉണ്ടല്ലോടി നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നണ്ടാ എന്ന് പറഞ്ഞ് കറിപ്പാത്രം ഒരു ഏറെ അടുത്ത വീട്ടിലെ പറമ്പിൽ ചെന്ന് കിടക്കും. അവിടത്തെ പട്ടിക്ക് കുശാല, ഇവിടത്തെ ഞാൻ ബാക്കി പറയണില്ല കേട്ടാ. ഇങ്ങനെയൊക്കെ എന്നോട് നാട്ടുകാർ ചോദിക്കേ, ചേച്ചിക്ക് ഇങ്ങേരെ അടുത്തുനിന്നും പൊക്കൂടെ, ചേച്ചിയുടെ വീട്ടിലേക്ക് ഈ അടി കൊണ്ട് ഇവിടെ കിടക്കണോ? ഞാൻ പറയും, പിള്ളേരുടെ അടി ഇടി തല്ല് അവഗണന അത് കൊള്ളാനുള്ള ഭാഗ്യം എനിക്കില്ല. ആ ഭാഗ്യം ഇപ്പം എനിക്ക് ഇവിടെയാണ്. അതെങ്കിലും കൊണ്ട് ഞാനിവിടെ ജീവിക്കട്ടെ എന്ന് വെച്ചാൽ ഞാനിവിടെ നിൽക്കണേന്ന് പറഞ്ഞു. അങ്ങേര് പറയും, ഈ 25 നോയമ്പില് അങ്ങേര് ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ല. എന്തൊരാത്മാർത്ഥിയ, ദിവസവും രാവിലെ പള്ളിയിൽ പോയി സുഖമായിട്ട് വന്ന് ഇനിയിരിക്കും. അപ്പം എനിക്കാ പ്രശ്നം, എനിക്കൊരു വിഷാദ രോഗം കടന്നുകൂടിയോ എന്നൊരു സംശയം. ഞാനിങ്ങനെ വിഷാദിച്ചിരിക്കുമ്പോൾ അങ്ങേര് വന്ന് ചോദിക്കും, നിനക്ക് എന്ത് പറ്റിയടി? അല്ല, എല്ലാ ദിവസവും നിങ്ങളുടെ നിന്ന് കിട്ടിയിരുന്ന അടി ഇടി തല്ല് ഇതൊന്നും ഇപ്പം ഇല്ലല്ലോ. എപ്പോ ഞാൻ നിന്നെ പിടിച്ചു, എപ്പോൾ ഞാൻ നിന്നെ തല്ലി, എപ്പോൾ ഞാൻ നിന്നെ ചീത്ത പറഞ്ഞു? ദേ കിടക്കണ കഞ്ഞിങ്കലം. ഇനി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ കർട്ടൻ താത്തിയിട്ട മനുഷ്യൻ കട്ടും മിണ്ടോന്ന് നോക്കട്ടെ എന്ന് വെച്ച് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ആട് കിടക്കണോടത്ത് പൂടയില്ല, ആള് പോയി. ദൈവമേ, ഇന്ന് അച്ഛൻ പള്ളിയിൽ നിന്ന് വെഞ്ചിരിക്കാൻ വരുമെന്ന് പറഞ്ഞ ദിവസമാണ്. ആളുടെ കയ്യിൽ തലയില് കൈവച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ. ഇപ്പം എന്ത് ചെയ്യും? ഞാൻ ഫോൺ വിളിച്ചപ്പോൾ പറയാ, ഞാൻ കള്ള് ഷാപ്പിലാടി, രാവിലെ നിന്റെ പ്രസംഗം കേട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ലാടി, അതുകൊണ്ട് ഞാൻ കള്ള് ഷാപ്പിലാ. എൻ്റെ മനുഷ്യ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇന്ന് പള്ളിയിൽ നിന്ന് അച്ഛൻ വരുമെന്ന്? നീ അച്ഛൻ വരുമ്പോൾ ഞാൻ എന്ത് പറയും? നീ ധൈര്യമായിട്ട് പറയടി, ഞാൻ സമാധാനം തേടി പോയെന്ന്. താങ്ക് യു.